നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേടിക്കേണ്ടത് നമ്മളെ എതിർത്ത് നിൽക്കുന്ന ആളുകളെ അല്ല. പിന്നെ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്? നമ്മൾ പേടിക്കേണ്ടത് നമ്മളുടെ അടുത്ത് നിൽക്കുകയും നമ്മളുടെ സ്നേഹം അഭിനയിക്കുകയും അല്ലെങ്കിൽ സ്നേഹം നടിക്കുകയും ചെയ്ത് കൂടെ നിന്ന് ചതിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അപ്പൊ നമ്മളൊരു ശക്തമായ വിഷനോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യസമയത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ വലിയ പരാജയത്തിന് കാരണമായി മാറും. ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നത് ആരോടൊക്കെ അടുപ്പം കാണിക്കണമെന്നും ആരോടൊക്കെ അകലം പാലിക്കണം എന്നുള്ള ഒരു കൃത്യമായ തിരിച്ചറിവ് ലഭിക്കാനായിരിക്കും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി തന്നെ വാച്ച് ചെയ്യുക. ഈ പറയാൻ പോകുന്ന 7 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങളോട് അഭിനയിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം നടിച്ച് കൂടെ നിൽക്കുന്നതെന്ന് കൃത്യമായി കമന്റ് ചെയ്ത് അറിയിക്കുകയും വേണം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളെന്ന്. നമ്പർ 1, സെലക്റ്റീവ് കൈൻഡ്നസ് ട്രാപ്പ്. സെലക്റ്റീവ് കൈൻഡ്നസ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് നേട്ടം കിട്ടുന്ന വ്യക്തികളാണെങ്കിൽ അവരോട് വളരെ ഭവ്യതയോടുകൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ ബഹുമാനത്തോടു കൂടിയും ഒക്കെ പെരുമാറും. എന്നാൽ അതേസമയം അവരുടെ റിയൽ സ്വഭാവം അതാവണമെന്നില്ല. അതായത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി വളരെ ആദരവോടുകൂടി പെരുമാറുകയും എന്നാൽ ഇവരോടൊപ്പം ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ വെയിറ്റർ എടുത്ത് വളരെ മോശമായിട്ടുമാണ് ഈ വ്യക്തികൾ പെരുമാറുന്നതെങ്കിൽ മനസ്സിലാക്കുക, അവർ സെലക്റ്റീവായിട്ട് കൈൻഡ്നസ് കാണിക്കുന്ന കാറ്റഗറിയാണ്. അതായത് സ്വന്തം കാര്യം നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ഒരു മര്യാദ അഭിനയിക്കുന്ന ആളുകളാണ്. ഇത്തരക്കാരെ ഭയപ്പെടണം. കാരണം ഇന്ന് നിങ്ങളെ കൊണ്ട് നേട്ടമുള്ളത് കൊണ്ട് അവർ വളരെ മാന്യമായിട്ടും വളരെ റെസ്പെക്റ്റോടുകൂടിയും നിങ്ങളോട് പെരുമാറും. നാളെ നിങ്ങളെ കൊണ്ട് യാതൊരു നേട്ടവും ഇല്ലാത്തൊരു സമയം വന്നാൽ അന്ന് നിങ്ങളോട് വളരെ പരുഷമായും മോശമായും ആയിരിക്കും അവർ പെരുമാറാൻ പോകുന്നത്. അപ്പോൾ അവരുടെ യഥാർത്ഥ പെരുമാറ്റം ആ വെയിറ്ററോട് കാണിച്ച പെരുമാറ്റമാണ്, അല്ലാതെ നിങ്ങളോട് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പെരുമാറ്റമല്ല. നമ്പർ 2, ദ വൺ അപ്പിംഗ് ഹാബിറ്റ്. വൺ അപ്പിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ ഈ വ്യക്തികളോട് പറയുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു അവാർഡ് ലഭിച്ചു. ഈ അവാർഡ് ലഭിച്ച കാര്യം നിങ്ങൾ ആ വ്യക്തിയോട് പറയുകയാണെങ്കിൽ അവർ എടുത്ത വായിക്ക് നിങ്ങളോട് തിരിച്ചു പറയും, എനിക്കും ഇതേപോലൊരു അവാർഡ് കുറച്ച് നാൾ മുൻപ് ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് നിങ്ങളെപ്പോലെ ഇത്ര ഈസി ആയിട്ടല്ല ലഭിച്ചത്, കുറച്ചുകൂടി കഷ്ടപ്പെട്ടാണ് എനിക്ക് ആ അവാർഡ് ലഭിച്ചത്. അതായത് നിങ്ങൾ എന്ത് നേട്ടം പറഞ്ഞാലും അവർക്ക് ആ നേട്ടങ്ങളൊക്കെ മുൻപേ ലഭിച്ചിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ നേട്ടത്തെ നിസ്സാരവൽക്കരിക്കുന്ന കാറ്റഗറിയാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് നേട്ടം നേടിക്കഴിഞ്ഞാലും അവരതിന് യാതൊരു വാല്യൂയും കൊടുക്കില്ല എന്നുള്ളതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലാണ് അവർ അതിലും വലിയ നേട്ടം കരസ്ഥമാക്കിയെന്ന് നിങ്ങളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ഒരു നേട്ടം കരസ്ഥമാക്കിയ ആളുകളായിരിക്കില്ല. എന്നിരുന്നാലും അവർ നിങ്ങളോട് പറയും, ഇത് പണ്ടേ ഞാൻ കരസ്ഥമാക്കിയല്ലേ, ഇത് ഞാൻ പണ്ടേ അനുഭവിച്ചതല്ലേ, നിങ്ങൾക്ക് ഇപ്പോഴല്ലേ ഇത് അനുഭവിക്കാൻ ഈ ഒരു നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന്. ഇവരെ സംബന്ധിച്ചും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ വലിച്ചെടുക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇവരിൽ നിന്നും തീർച്ചയായും നിങ്ങൾ അകലം പാലിക്കാൻ തയ്യാറാവണം. 3, ദ മിററിംഗ് കാറ്റഗറി. മിററിംഗ് കാറ്റഗറിയെ സംബന്ധിച്ച് ഇവർക്ക് വ്യക്തമായ കൃത്യമായ യാതൊരു നിലപാടും കാണില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുകയാണ് നിങ്ങൾക്കൊരു കാര്യം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ സ്പോട്ടിൽ നിങ്ങളോട് പറയും, എനിക്കും ആ കാര്യം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു നിലപാട് വെച്ച് പറയുന്നൊന്നുമല്ല. നിങ്ങൾ പറയണത് വെറുതെ ഏറ്റുപിടിച്ച് തിരിച്ചു പറഞ്ഞ ആളുകളാ. ഇതേ ആളുകൾ നാളെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരോട് ഇവർ പറയും, എനിക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന്. അതായത് ഇവർ സംസാരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് കൃത്യമായ ഒരു നിലപാടോ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ ഒന്നിനെ കുറിച്ചും ഇല്ല. അപ്പൊ നിങ്ങൾ പറയുന്നതിനെല്ലാം യെസ് എന്ന് പറഞ്ഞ തലയാട്ടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നിരിക്കും, പക്ഷെ ലോങ് ടേമിൽ നിങ്ങൾക്ക് പ്രതികൂലമായുള്ള ഒരു ഫലം മാത്രമേ ഉണ്ടാക്കി തരികയുള്ളൂ എന്ന് തീർച്ചയായും തിരിച്ചറിയണം. 4, പുട്ട് ഡൗൺ കോംപ്ലിമെന്റിങ് പീപ്പിൾ. പുട്ട് ഡൗൺ കോംപ്ലിമെന്റിങ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുകയാണ്, നമ്മളെ അഭിനന്ദിക്കുകയാണ് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അവർ അഭിനന്ദനം തരുന്നതിന്റെ ഉള്ളിൽ നിങ്ങളെ അടിച്ച് താഴ്ത്താനുള്ള എന്തെങ്കിലും കൂടെ വച്ചുകൊണ്ട് മാത്രമേ നിങ്ങളെ അഭിനന്ദിക്കുകയുള്ളൂ. ഇതാണ് ഈ ഒരു കാറ്റഗറിയുടെ പ്രത്യേകത. ഇവരെന്താ ചെയ്യണത്? നിങ്ങൾ മനോഹരമായ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് മിടുക്കനായിട്ട് എന്ന് ഇവർ പറയും, ഈ ഡ്രസ്സ് വളരെ നല്ലതാണ്,
പക്ഷെ നിങ്ങൾക്ക് അത്ര ചേരുന്നില്ല. അതായത് ഡ്രസ്സിനെ കോംപ്ലിമെന്റ് ചെയ്തു, നിങ്ങളെ മോശമാക്കി പറഞ്ഞു. ഇപ്പൊ ഡ്രസ്സ് നല്ല എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളെ അവിടെ പുട്ട് ഡൗൺ ചെയ്യുകയാണ് അവര് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നേട്ടം നേടിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് നേട്ടം ലഭിച്ചു, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. അതല്ലാതെ നിങ്ങൾ പണിയെടുത്തോണ്ടോ കഷ്ടപ്പെട്ടുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് നേട്ടം ലഭിച്ചത്. നിങ്ങൾക്ക് നേട്ടം ലഭിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാറ്റഗറി കോംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പുട്ട് ഡൗൺ കോംപ്ലിമെന്റിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ ഫോക്കസിനെയും നിങ്ങളുടെ സന്തോഷത്തിനെയൊക്കെ കവർ ചെയ്യുന്ന ആളുകളാണ്. ഇവരിൽ നിന്നും ദയവായി മാറി നിൽക്കുക. 5, ദ ക്ലോസ്ഡ് പീപ്പിൾ. ക്ലോസ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു അടച്ച മുറിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ആളുകളാണ്. അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ഓരോ വേദനകളെയും ഓരോ വീഴ്ചകളെയും ഒക്കെ കേൾക്കാൻ തയ്യാറാവും. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേൾക്കുന്ന ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നും. ഇവർക്ക് നമ്മൾ ഒത്തിരി സ്നേഹമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇവരെല്ലാം തികഞ്ഞ ആളുകളാണ് എന്ന രൂപത്തിലായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു നല്ല ബന്ധമാണ് എന്താ, നമ്മുടെ വീഴ്ച നമ്മൾ ഒരാളോട് പറയുമ്പോൾ അയാളുടെ വീഴ്ച നമ്മളോട് പറയും. അങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബന്ധം ഉണ്ടാവുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ വീഴ്ചകളും നിങ്ങളുടെ വിഷമങ്ങളും മാത്രമാണ് ഈ വ്യക്തി കേൾക്കുന്നത്. ഇതൊക്കെ നാളെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായിട്ടായിരിക്കും ഈ ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു രഹസ്യം നിങ്ങളോട് പറയാതിരിക്കുകയും നിങ്ങൾ എല്ലാ രഹസ്യങ്ങളും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി ക്ലോസ്ഡ് ആയിട്ട് വെച്ച് നിങ്ങളെ കൊണ്ടെല്ലാം ഓപ്പൺ ചെയ്യിപ്പിക്കുന്ന ആളുകളെയും ശ്രദ്ധാലുവായിട്ട് വേണം ഇവരെ അടുപ്പിക്കാൻ. കാരണം ഇവർ നിങ്ങൾക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി തരാൻ സാധ്യതയുണ്ട്. 6, ഇൻകൺസിസ്റ്റന്റ് ബോഡി ലാംഗ്വേജ്. ഇവരുടെ സംസാരത്തിൽ നിങ്ങൾ ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവുമാണെന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ സംസാരം. പക്ഷെ നിങ്ങൾ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ഇവർ ചിലപ്പോൾ മൊബൈലിൽ നോക്കി ഇരിക്കുകയായിരിക്കാം, വെറുതെ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്ന് വെറുതെ പറയുന്നതായിരിക്കാം. അല്ലാതെ അവർ പറയുന്ന വാക്കുകളിൽ യാതൊരു ആത്മാർത്ഥതയും കാണില്ല. ഇവരുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ കണ്ണുകളിലാണെങ്കിലോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ അവർക്ക് യാതൊരു സന്തോഷമില്ല. പക്ഷെ വാക്കുകളുമുണ്ട്, വളരെ നല്ലതാണ്, വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയും. ഈ വാക്കുകളെ വിശ്വസിക്കരുത്. കാരണം ആ ബോഡി ലാംഗ്വേജ് നിങ്ങളോട് സത്യം പറയുന്നുണ്ട്. അപ്പൊ വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം നിങ്ങളെ സുഖിപ്പിക്കുന്ന കാറ്റഗറി ഓഫ് ആളുകളാണ് ഇൻകൺസിസ്റ്റന്റ് ബോഡി ലാംഗ്വേജ് ഉള്ള ആളുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ജീവിതത്തിൽ വരികയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം. കാരണം ഇവരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷം കാണുന്ന ആളുകളല്ല. ഈ തിരിച്ചറിവോടെ വേണം ഇവരോട് പലതും ഷെയർ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഭാവിയിൽ പലതും ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ മറ്റൊരു രീതിയിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം. ഈ 6 കാറ്റഗറിയെ ശ്രദ്ധിക്കുന്നത് കൂടാതെ ഒരു കാറ്റഗറി കൂടിയുണ്ട്. ആ കാറ്റഗറിയെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ, അവരിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാൻ തയ്യാറായാൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഫോക്കസ്ഡ് ആയിട്ടും എനർജി നഷ്ടപ്പെടാതെയും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. 7, ദ ഗോസിപ്പ് ഗേറ്റ്വേ. ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ എല്ലാം കുറ്റങ്ങളായിരിക്കും നിങ്ങളോട് പറയണത്. നിങ്ങളോട് പറയുമ്പോൾ അവർ പറയും ഞാനങ്ങനെ മറ്റാരുടെടുത്തും ഒരാളെ പറ്റിയും കുറ്റം പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് വളരെ പേഴ്സണലി മറ്റാരോടും പറയരുത് കേട്ടോ, ഒരു രഹസ്യം പറയാനുണ്ട്. അയാളുണ്ടല്ലോ അയാൾ ശരിയല്ല, മറ്റേയാളുണ്ടല്ലോ അയാൾ വളരെ മോശമായ ഒരു കാര്യം ചെയ്യും. ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ കുറ്റം മറ്റാരോടൊക്കെയോ ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഗോസിപ്പുകളുടെ ഗേറ്റ് വേ ആയിട്ടുള്ള വ്യക്തികൾ അവര് നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വരുന്നത് നിങ്ങളുമായി അടുപ്പം സ്ഥാപിക്കാനാണെങ്കിൽ ഇതേ നിങ്ങളുടെ കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞ് അവരുമായി അടുപ്പം സ്ഥാപിക്കാനും മുൻപോട്ട് പോകുമ്പോൾ പരിശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 7 കാറ്റഗറി ഓഫ് ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വളരെ അലേർട്ടായിട്ട് വേണം ഇവരോട് നമ്മൾ പെരുമാറാൻ. കൃത്യമായ ഒരു ബൗണ്ടറി വരച്ച് വേണം നമ്മൾ ഇവരുമായി ഇടപെടാൻ. ഇവരെ ഒരുപാട് അടുപ്പിച്ചാൽ ഉറപ്പായും മുൻപോട്ട് പോകുമ്പോൾ വലിയൊരു പരാജയത്തിലായിരിക്കും നമ്മൾ ചെന്ന് വീടാൻ പോകുന്നത്. വലിയ വിഷണറിയായ വലിയ ആഗ്രഹങ്ങളോടെ ശക്തമായി മുൻപോട്ട് പോകുന്ന നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ ഒരു ഫോക്കസും ഒരു കോൺസെൻട്രേഷനും എനർജിയും സമാധാനവും ഒക്കെയാണ്. ആ ഫോക്കസിനെ ഇല്ലാണ്ടാക്കാനും ആ കോൺസെൻട്രേഷനെ നശിപ്പിക്കാനും സമാധാനം ഇല്ലാണ്ടാക്കാനും ഒക്കെ കഴിവുള്ള ഈ 7 കാറ്റഗറിയെ കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ. ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്, അത് ഏത് കാറ്റഗറി ആണെന്നും എന്തായിരുന്നു അനുഭവമെന്നും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർ കൂടി അത് സഹായപ്രദമായി തീർച്ചയായിട്ടും മാറും. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.